നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ഇസ്ലാം വിമർശകൻ ആരിഫ് ഹുസൈനും പിങ്ക് യൂണിക്കോൺ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു അതിഥിയും ചേർന്ന് നടത്തിയ ചില അബദ്ധജടിലമായ അവകാശവാദങ്ങളെക്കുറിച്ചാണ്. നോമ്പുകാലത്തെ വ്യക്തിപരമായ അനുഭവങ്ങളെ മുൻനിർത്തി ഇസ്ലാമിനെ ഒരു വൻ പരാജയമായി ചിത്രീകരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. മതം പഠിക്കാതെ തന്നെ അതിനെ തള്ളിക്കളയാം എന്ന വിചിത്രമായ യുക്തിയും ഇസ്ലാമിക നിയമങ്ങളെയും സ്വർഗീയ സങ്കല്പങ്ങളെയും പരിഹസിക്കുന്ന ശൈലിയുമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. നോമ്പ് ഒരു കപടതയാണെന്നും ഇസ്ലാമിൽ അടിമ സ്ത്രീകളെ പീഡിപ്പിക്കാൻ അനുവാദമുണ്ടെന്നും ഇവർ യാതൊരു അടിസ്ഥാനവുമില്ലാതെ വിളിച്ചു പറയുന്നു. ഈ വീഡിയോയിലൂടെ അവരുടെ ഓരോ വാദങ്ങളിലെയും യുക്തിശൂന്യതയും വൈരുദ്ധ്യങ്ങളും നമുക്ക് തുറന്നുകാട്ടാം. നോമ്പും വ്യക്തിപരമായ സത്യസന്ധതയും. ആദ്യമായി പിങ്ക് യൂണിക്കോൺ എന്ന അതിഥി നോമ്പിനെക്കുറിച്ച് നടത്തുന്ന ചില പരാമർശങ്ങൾ ശ്രദ്ധിക്കുക. വീട്ടുകാരെയും സുഹൃത്തുക്കളെയും കബളിപ്പിച്ചുകൊണ്ട് കള്ളനോമ്പ് എടുത്തിരുന്നതിനെക്കുറിച്ച് അവർ അഭിമാനത്തോടെ സംസാരിക്കുന്നു. ഇതിനെ ഇസ്ലാമിന്റെ കുഴപ്പമായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. 30 നോമ്പെടുക്കും. അപ്പം മോഡറേറ്റ് മുസ്ലിമായ ഞാൻ ഒരു 15 നോമ്പെടുക്കും. അങ്ങനെ മനസ്സിലായില്ലേ? ശരി. അപ്പൊ 15 നോമ്പെടുക്കുന്നു നമ്മൾ വീട്ടിൽ പറയും. ഒരു 8-10 നോമ്പൊക്കെ എടുക്കും. ബാക്കി 5 നമ്മൾ കള്ളനോമ്പ് പിടിക്കും. അങ്ങനെയൊക്കെ. എങ്ങനെയാണ് കള്ളനോമ്പ് എടുക്കണമെന്ന് കൂടി പറയണം കേട്ടോ. കള്ളനോമ്പ് ഒരാൾ മറ്റുള്ളവരുടെ മുന്നിൽ നോമ്പുകാരനായി അഭിനയിക്കുകയും രഹസ്യമായി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ വ്യക്തിത്വത്തിലെ കാപട്യമാണ്. ഈ കാപട്യത്തെയാണ് ഇവർ മതത്തിന്റെ അടിച്ചമർത്തലായി വ്യാഖ്യാനിക്കുന്നത്. നിങ്ങളൊരു സ്വതന്ത്ര ചിന്തകയാണെന്ന് അവകാശപ്പെടുമ്പോഴും സ്വന്തം വീട്ടുകാരോട് നോമ്പില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കാതെ അവരെ വഞ്ചിക്കുകയായിരുന്നു എന്ന് ഇവർ സമ്മതിക്കുന്നു. സത്യസന്ധത ഏതൊരു മനുഷ്യനും ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഗുണമാണ്. ആ ഗുണമില്ലാത്ത ഒരാൾ തന്റെ വീഴ്ചകളെ മതത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് പരിഹാസ്യമാണ്. ഇനി ഇവരുടെ ലോകവീക്ഷണത്തിലേക്ക് ഈ വിമർശനമൊന്ന് തിരിച്ചുവിട്ടു നോക്കൂ. നിരീശ്വരവാദിയോ സ്വതന്ത്ര ചിന്തകനോ ആയ ഒരാൾ സാമൂഹികമായ പല കാര്യങ്ങളിലും കപടത കാണിക്കാറില്ലേ? ജോലിസ്ഥലത്തോ സുഹൃത്തുക്കൾക്കിടയിലോ അംഗീകരിക്കപ്പെടാൻ വേണ്ടി തങ്ങൾ വിശ്വസിക്കാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ലേ? അവിടെയൊന്നും ആ പ്രത്യയശാസ്ത്രത്തെ കുറ്റം പറയാതെ ഇസ്ലാമിന്റെ കാര്യത്തിൽ മാത്രം വ്യക്തിപരമായ വഞ്ചനയെ മതത്തിന്റെ കുഴപ്പമായി അവതരിപ്പിക്കുന്നത് എന്തു ന്യായമാണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലിംഗവിവേചനവും സുരക്ഷയും. മുസ്ലിം മാനേജ്മെന്റ് വിദ്യാലയങ്ങളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ചിരുത്തുന്നത് ഒരു വലിയ പാപമായിട്ടാണ് അതിഥി അവതരിപ്പിക്കുന്നത്. ഇത് കുട്ടികളിൽ സമ്മർദ്ദമുണ്ടാക്കുന്നു എന്നാണ് ഇവരുടെ വാദം. അപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ മെസ്സിൽ കഴിക്കാൻ പോണെങ്കിൽ ആൺകുട്ടികൾ വേറെ പോണം, പെൺകുട്ടികൾ വേറെ. സെഗ്രിഗേഷൻ. പിന്നെ മൊത്തത്തിൽ അതൊരു മിക്സ്ഡ് സ്കൂളായിരുന്നു. പക്ഷെ അങ്ങനെ മിങ്കിൾ ചെയ്യുന്നതൊക്കെ വളരെയധികം ഡിസ്കറേജ്ഡ് ആയിരുന്നു. പിന്നെ ഇതുപോലുള്ള എനിക്ക് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. അവരൊരിക്കലും അങ്ങനെ മതം പറയോ അങ്ങനെ ഒന്നുമില്ല. ഒരുപാട് സ്കൂളുകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് അവരെ അടിച്ചമർത്താനല്ല, മറിച്ച് ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ്. ലിംഗപരമായ വിവേചനമല്ല, ലിംഗപരമായ സ്വകാര്യതയും മര്യാദയും ഉറപ്പുവരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്ന് ലോകമെമ്പാടും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമായുള്ള ഇടങ്ങൾ, സെഗ്രിഗേറ്റഡ് സ്പേസസ് ആവശ്യമാണെന്ന് പല സാമൂഹിക ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബസ്സുകളിലും പൊതു ഇടങ്ങളിലും സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചും ഈ ചാനലിലെ തന്നെ മറ്റു ചർച്ചകളിൽ വന്നിട്ടുള്ള വസ്തുതകൾ ഇവർ മറന്നുപോകുന്നു. ഈ വിഷയത്തിൽ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണെന്ന് താഴെ പറയുന്ന വീഡിയോ ഭാഗം വ്യക്തമാക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കുമ്പോൾ കാണുന്നത്, ഇപ്പോൾ ബസ്സിലും ട്രെയിനിലൊക്കെ സ്ത്രീകൾക്ക് മോശം ടച്ചിങ്സും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ധാരാളമായി കാണലുണ്ട്. അപ്പോൾ ചിലർ അത് റീച്ചിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോളായിട്ടൊക്കെ വന്ന് കണ്ടിട്ടുണ്ടാവും. KSRTC ബസ്സിൽ ഒരു മറ വെച്ചിരിക്കുക, ഇനി KSRTCയിലൊക്കെ മറ വെച്ചിരിക്കേണ്ടി വരും എന്നൊക്കെ പറയണത്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് നമ്മൾ ഇനി
ഇസ്ലാമിൻ്റെ ഇതിലേക്ക് മടങ്ങണോ, ഇസ്ലാമിൻ്റെ ആശയത്തിലേക്കാണോ അവർ വരുന്നത്? അപ്പോൾ ഈ ട്രോളിനൊക്കെ എന്താണ് നിങ്ങളുടെ നിലപാട് എന്താണ്? KSRTC ബസ്സുകൾ അല്ലെങ്കിൽ ബസ്സുകളിൽ ഈടായിട്ട് പല രൂപത്തിലുള്ള അബ്യൂസുകൾ, ഹരാസ്മെൻറ്റുകൾ നേരിടുന്ന സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകൾ അത് കുറച്ച് കൂടി വരുന്നു. അപ്പോൾ ഇസ്ലാമിലേക്ക് മടങ്ങലാണോ പരിഹാരം എന്നുള്ളതാണ്. നമ്മൾ ഇസ്ലാമിലേക്ക് മടങ്ങുക എന്നുള്ളൊരു പരിഹാരം അവിടെ മാറ്റി വെക്കുക. ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ജെൻഡർ സെഗ്രിഗേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കുന്ന രീതി നമ്മൾ പൊതുവെ കാണുന്നതാണ്. പരിപാടികൾക്ക് കർട്ടൻ കെട്ടി സ്ത്രീകളെ മാറ്റിയിരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ സ്ത്രീകളെ ഏതോ രൂപത്തിൽ ഒപ്രസ് ചെയ്യുന്ന ഒരു സംഗതിയായിട്ട്, ഒരു പാട്രിയാർക്കൽ സംഗതിയായിട്ട് അത് പിന്നെ ഇസ്ലാമിനെ പോലത്തെ മതങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒന്നായിട്ടാണ് പലപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. നമുക്ക് പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോൾ സ്ത്രീ പുരുഷന്മാർ മിക്സ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത്, ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി, ആ ഇൻസെക്യൂരിറ്റി എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതാണ്. അതിനു വേണ്ടി അത്തരം പിന്നെ ചിന്താഗതികളുമായി നടക്കുന്ന ആണുങ്ങൾ, ഒന്ന് അവരിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തത്, ഒരു നോർമലി ഉള്ളൊരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീയോട് തോന്നുന്ന താല്പര്യങ്ങളുണ്ട്. ഒരു സ്ത്രീയെ കണ്ടാൽ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പ്രത്യേക തരത്തിലുള്ള വസ്ത്രധാരണം കണ്ടാൽ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ സൗന്ദര്യം കണ്ടാൽ ഇതിനോടൊക്കെ തോന്നുന്ന താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു പുരുഷനിൽ നിന്നുണ്ടാകുന്ന ചില പ്രവൃത്തികളാണ് നമ്മൾ ഈ രൂപത്തിൽ ബസ്സിലൊക്കെ കാണുന്ന പ്രവൃത്തികൾ. ഇത് ഈ ഇടയായിട്ട് കൂടി വരുന്നു എന്നുള്ളതല്ല നമ്മളതിൽ കാണേണ്ടത്. ഇത് മുൻകാലങ്ങളിലേ ഉണ്ട്. ബസ്സിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം ഏതെങ്കിലും ഇത്തരം മനസ്സിന് രോഗം ബാധിച്ച പുരുഷന്മാരുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഹരാസ്മെൻറ്റ്, അത് സ്പർശനം കൊണ്ടോ മറ്റെന്തെങ്കിലും സംഗതികൾ കൊണ്ടോ, ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗത്തുള്ള പിടിക്കലും തടവകലുമെല്ലാം, ഇത്തരം സംഗതികൾ അത് ഏൽക്കാത്ത സ്ത്രീകൾ വളരെ കുറവായിരിക്കും. അത് ഈ ഇടയായിട്ട് കയ്യിലൊരു മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് ഇത്തരം വിഷയങ്ങൾ തെളിവ് സഹിതം പൊതുസമൂഹത്തിലേക്ക് എടുത്തിടാം എന്നുള്ളത് കൊണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പെട്ടെന്ന് പറയാം എന്നുള്ളത് കൊണ്ടും സാമൂഹ്യ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് അനുകൂലമായി ഒരുപാട് നിയമങ്ങളുള്ളത് കൊണ്ടും അത് കുറച്ച് കൂടുതലായി വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അവിടെ ആ സ്ത്രീകൾക്ക് സുരക്ഷ കിട്ടണമെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ളതാണ്. പുരുഷൻ്റെയും സ്ത്രീൻ്റെയും കൃത്യമായ ജീവശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയെ കണ്ടാൽ താല്പര്യം തോന്നും, ലൈംഗികമായ താല്പര്യം തോന്നും. അവൻ്റെ ബ്രെയിനും അവൻ്റെ ഫിസിയോളജിയും അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇനി ദൈവത്തിനെ മാറ്റി നിർത്തുക, നമ്മൾ എല്ലാ ശാസ്ത്രത്തിൻ്റെ എല്ലാ അളവുകോലുകൾ വെച്ച് നോക്കിയാലും പുരുഷൻ്റെ തലച്ചോറും ശരീരവും നിർമ്മിച്ചിട്ടുള്ളത്, അത് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ ഓരോ സൂക്ഷ്മ തലത്തിലും അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അത് സ്ത്രീയോട് താല്പര്യം തോന്നുന്ന രൂപത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്ത്രീ പുരുഷ ശാരീരിക ബന്ധങ്ങൾ നടക്കുന്നതും അതിലൂടെ ഈ പ്രോക്രിയേഷൻസ്, കുട്ടികൾ ഉണ്ടാവുന്ന ജനനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ സംവിധാനം കൊണ്ടാണ്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവരെ അനാവശ്യമായി നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത സ്ത്രീകളിലേക്ക് നമ്മൾ ആ പ്രവൃത്തി ഉപയോഗിക്കരുത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കണം. ഇവിടെ ഒന്ന് നമ്മൾ പുരുഷൻ അങ്ങോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് സ്ത്രീയും അതിലൊരു മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ്. അത് പ്രശ്നം വന്നിട്ട് അതിനെ വെളിപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് പ്രശ്നം വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ നിർമ്മിക്കുകയും ആ സാഹചര്യത്തിൽ സേഫായി ഇരിക്കുക എന്നുള്ളതുമാണ്. ഇതിന് ഈ രൂപത്തിൽ സ്ത്രീകളുടെ ഭാഗത്തേക്ക് നമ്മൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത്, ഇവിടെ രണ്ട് ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്, പക്ഷേ സ്ത്രീകളുടെ ഭാഗത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കാണുന്ന പ്രശ്നമാണ്, അത് ഞങ്ങളുടെ വസ്ത്രധാരണത്തിലല്ല പ്രശ്നം, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുന്നത് കൊണ്ടല്ല പ്രശ്നം, അവരാണ് പ്രശ്നം, അവരെയാണ് അടക്കി നിർത്തുന്നത്. ടീച്ച് മെൻ നോട്ട് ടു റേപ്പ് എന്നാണ് പൊതുവിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫെമിനിസ്റ്റുകളിലൊക്കെ ഇതിനെതിരെ പറയാറ്. നിങ്ങൾ പുരുഷനെ റേപ്പ് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുക, അവരെ സ്ത്രീകളെ ഹരാസ് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുക. അതാണ് വേണ്ടത്. ഞങ്ങളുടെ ബോഡി ഞങ്ങളുടെ ചോയ്സാണ്, ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ നടക്കും. പക്ഷെ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ ഞങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, അവരെ ഞങ്ങൾ റേപ്പ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പഠിപ്പിക്കണം. നിങ്ങൾ നോക്ക്, എല്ലാ രാജ്യത്തും അവിടുത്തെ നിയമ സംവിധാനങ്ങളിൽ സ്ത്രീയെ ഏതെങ്കിലും തരത്തിൽ ഹരാസ് ചെയ്താൽ അതിന് ശിക്ഷകളുണ്ട്. അത് എഴുതി വെക്കപ്പെട്ട നിയമമാണ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരം സ്റ്റാക്കിംഗ് ഒരു കുറ്റമാണ്. സ്റ്റാക്കിംഗ് ഒരു ക്രിമിനൽ കുറ്റമാണ്. ഒരു പെണ്ണിനെ
കൂടുതലായി നോക്കുന്നതും പിന്തുടരുന്നതും അവളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുന്നതും അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതും അവളെ ഏതെങ്കിലും തരത്തിൽ തൊടുന്നതും അത് ഫിസിക്കലിയോ വെർച്വലോ ആണെങ്കിലും അതിന് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ല നേർക്കുനേരെ ആണെങ്കിലും എല്ലാം ഇത് സ്റ്റാക്കിംഗ് ആണ്, ഒളിഞ്ഞു നോട്ടാണ്. ഇത് ഒരു 3 മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ് ഇന്ത്യയിൽ. അതിൻ്റെ കൂടെ പിഴയുണ്ട്. അത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ആ രൂപത്തിൽ പിന്നെ നിയമ സംവിധാനങ്ങളെല്ലാം ഇവിടെ പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. സ്ത്രീയെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിച്ചാൽ അതിൻ്റെ ശിക്ഷകൾ അറിയുന്നതാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ തെരുവിലൂടെ പോകുമ്പോൾ കടിക്കുന്ന നായകളുണ്ടാവും, അതിൽ കടിക്കാത്ത നായകളുണ്ടാവും. അതിൽ നായയെ കടിക്കാതിരിക്കാൻ പല നിയമങ്ങളും കാര്യങ്ങളും ഇപ്പം നിലവിൽ വരെ സുപ്രീം കോടതിയിൽ ഇറക്കാൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇനി എത്രയൊക്കെ നിയമം വന്നാലും ഏതെങ്കിലും പേ പിടിച്ച നായകളുണ്ടെങ്കിൽ അത് നമ്മളെ കടിക്കുന്ന ഉറപ്പാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു പ്രിക്കോഷൻസ് എടുക്കണം. അവിടെ 2 ഭാഗത്തും പ്രിക്കോഷൻ വേണം എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ പരിഹാരമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അവിടെ സെപ്പറേഷൻ വേണ്ടി വരും. ഇസ്ലാം അവിടെ പറയുന്നത് ആദ്യം പറയുന്നത് പുരുഷനോടാണ്. പുരുഷനോട് പറയുന്നത് നിൻ്റെ കണ്ണുകൾ താഴ്ത്ത്. പുരുഷന് 2 നിർദ്ദേശങ്ങളെ കൊടുക്കണേ. ഒന്ന് നിൻ്റെ കണ്ണുകൾ താഴ്ത്ത്, പിന്നെ നിൻ്റെ സ്വകാര്യ ഭാഗത്തെ നീ സൂക്ഷിക്കണം, അത് അനാവശ്യമായി ഉപയോഗിക്കരുത്. ഈ 2 കാര്യങ്ങൾ പുരുഷന് നിർദ്ദേശിക്കുന്നുണ്ട്. അത് പുരുഷനോട് ആദ്യം പറയുന്നുണ്ട്. പിന്നെ സ്ത്രീയോട് പറയുന്നത് നീ നിൻ്റെ കണ്ണുകളും താഴ്ത്തണം. സ്ത്രീയോടും കണ്ണുകൾ താഴ്ത്താൻ പറയുന്നുണ്ട്. അവളോടും അവളുടെ സ്വകാര്യ ഭാഗങ്ങൾ സംരക്ഷിക്കാൻ പറയുന്നുണ്ട്, അത് പിന്നെ സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. മൂന്നാമതൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അലങ്കാരങ്ങൾ പുറത്ത് കാണിക്കരുത് എന്നുള്ളത്, സൗന്ദര്യം പുറത്ത് കാണിക്കരുത് എന്നുള്ളത്. ഇത് സ്ത്രീക്കുള്ള നിർദ്ദേശമാണ്, ഇത് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ്. അപ്പോൾ ആ സ്ത്രീയെ ഇസ്ലാമിലൊരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ മഹറമല്ലാത്ത രക്തബന്ധത്തിലൂടെ അവളുടെ അടുത്ത് നിൽക്കാൻ അനുവദിക്കപ്പെട്ടവരല്ലാത്ത ആരും അവളുടെ അടുത്ത് ഇരിക്കാൻ പാടില്ല. ആ നിയമം പാലിച്ചുകൊണ്ടൊരു മുസ്ലിം സ്ത്രീ പോകുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീക്ക് ഇത്ര അനുഭവങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഇതല്ലാത്ത ഈ നിയമങ്ങൾ പാലിക്കാത്ത അവസ്ഥയിലൂടെ ഏതെങ്കിലും സ്ത്രീ കടന്നു പോകുമ്പോൾ അവളുടെ അടുത്ത് ഏതെങ്കിലും ആളുകൾ വന്നിരിക്കുമ്പോൾ അവളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. അവൾ ധരിക്കുന്ന അവളുടെ സൗന്ദര്യം പുറത്ത് കാണിക്കുന്ന ഒരു പ്രശ്നമല്ല. അത് അവളുടെ ശരീരം, അവളുടെ ചോയ്സാണ്. പക്ഷേ ഈ രൂപത്തിൽ ഏതെങ്കിലും മനസ്സിന് രോഗം ബാധിച്ച, സ്വന്തം ലൈംഗിക താല്പര്യങ്ങളിൽ സ്വയം നിയന്ത്രണമില്ലാത്ത ഏതെങ്കിലും ഒരു പുരുഷൻ അത് അവളിലേക്ക് കൈകൾ നീണ്ടാൽ അത് പ്രശ്നമാണ്. അത് സ്ത്രീയുടെ മാത്രം പ്രശ്നമാണ്, നമ്മൾ ആരും പറയണില്ല. നിയമപ്രകാരം എഴുതി വെച്ച നിയമങ്ങൾ പ്രകാരം ആ പുരുഷൻ ശിക്ഷിക്കപ്പെടണം. ആ സ്ത്രീ അതിൽ ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ടത് പ്രശ്നം വന്നിട്ട് പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നം വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് അവിടെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഏറ്റവും വലിയ പരിഹാരം. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, പക്ഷേ ഇതിൻ്റെ മറ്റൊരു മറുവശമാണ്. അതായത് ഇത്തരം നിയമങ്ങൾ കൂടുതലായിട്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതും നമ്മൾ നോക്കേണ്ടതാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട പോക്സോ നിയമങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇത്തരം നിയമങ്ങൾ പലപ്പോഴും വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിനെ കൃത്യമായി ഫാക്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ നിജസ്ഥിതികൾ അറിയലും നമ്മൾ നോക്കേണ്ടതാണ്. അതല്ല ചില കേസുകൾ സോഷ്യൽ മീഡിയയിൽ അടക്കം നമ്മൾ കാണുന്നതാണ്, പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഫേക്ക് കേസുകൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഒരു മറുവശമാണ്. കാരണം നിയമങ്ങളുടെ പഴുതുകളിലൂടെ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് സ്വന്തം റീച്ചിനും പോപ്പുലാരിറ്റി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ വേറൊരു വശത്ത് കാണുന്നതാണ്. ഇനി ഇതൊന്നും അല്ലാതെ ഇപ്പോൾ നേർക്ക് നേരെ ഒരു പുരുഷൻ നമ്മളുടെ അടുത്ത് വന്നിരുന്ന് അതെനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ അവൻ എൻ്റെ ശരീരത്തിലേക്ക് സ്പർശിച്ചാൽ അത് പ്രശ്നമാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അവിടെ നമുക്ക് കേസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, ലീഗലായിട്ട് നമ്മൾ മൂവ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മളെ ശരീരത്തിലേക്ക് കടന്നു കയറുന്ന കൈകളുണ്ട്, അത് നമ്മളറിയില്ല. ഇത് ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ ശരീരത്തിലേക്ക് സ്പർശിക്കുമ്പോൾ നമ്മൾ അറിയുന്നത്, നമ്മൾ അതിനെ എതിർക്കുന്നത്, ഇങ്ങനെ എതിർക്കാതെ നടന്നു പോകുന്ന ഒരുപാട് സംഗതി നമ്മുടെ മുമ്പിലുണ്ട്. അത് ഈ തേനും പാലും ചാലിച്ച് വരുന്ന ചില പുരുഷന്മാരാണ്. അവർ സ്ത്രീയോട് പിന്നെ അവളുടെ ഇമോഷൻ എല്ലാം മിറർ ചെയ്തുകൊണ്ട്, അവളെ കൂടുതൽ കെയർ ചെയ്തുകൊണ്ട്, അവളോട് ഫ്ലേർട്ട് ചെയ്തുകൊണ്ട്, അവളുടെ സ്വന്തം പിന്നെ അവളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ അവളുടെ കൂടെ നിൽക്കുന്ന അവളുടെ ബോയ് ഫ്രണ്ടോ പൂക്കിയോ ഇനി ഏത് പേരിട്ട് വിളിച്ചാലും ഇത്തരം ആളുകളിൽ നിന്നുണ്ടാകുന്ന സ്പർശനങ്ങളും ചൂഷണങ്ങളും അതിനെതിരെ സ്ത്രീകളൊന്നും സംസാരിക്കുന്നില്ല. അത് അവരുമായി ശരീരം പങ്കുവെച്ചാൽ പോലും അത് ഞങ്ങളുടെ മ്യൂച്വൽ കൺസെൻറ്റ് പ്രകാരം അത് നോർമലായ ഒരു സംഗതിയാണ്, അതിലെനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നിടത്തേക്ക് സ്ത്രീകൾ എത്തുന്നതും ഈ ഒരു സെഗ്രഗേഷൻ്റെ അല്ലെങ്കിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ ഒരു പരിഹാരം നമ്മൾ ജീവിതത്തിൽ പിന്തുടരാത്തതിൻ്റെ പ്രശ്നമാണ്. അത് സമൂഹത്തിൽ മുഴുവൻ വ്യാപകമായ കുഴപ്പങ്ങളുണ്ടാക്കും. ഇവിടെ നേരത്തെ ഒരുപാട് സൂചിപ്പിച്ച ലിവിങ് ടുഗദറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതെങ്കിലും പരിചയമില്ലാത്ത ആൾ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ അത് പ്രശ്നമാകുന്നതും, പരിചയമുള്ള ഒരാൾ എനിക്ക് അനുകൂലമായി എന്നെ കെയർ ചെയ്തുകൊണ്ട് വന്ന് എൻ്റെ ശരീരത്തെ മുഴുവൻ സ്പർശിച്ച് ചൂഷണം ചെയ്താലും അതിലെനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന തലത്തിലേക്ക് അതിൻ്റെ മറ്റൊരു വശം കൂടി ഉണ്ട്. ഇത് മുഴുവൻ
ഇത് മുഴുവൻ നമ്മൾ തടയേണ്ടതാണ്. അതാണ് ഖുർആൻ പറഞ്ഞ വലാ തഖറബുസിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. അതിൻ്റെ ആദ്യ പടിയാണ് പുരുഷനുള്ള നിർദ്ദേശം, അങ്ങോട്ട് നോക്കരുത് എന്നുള്ളത്. പിന്നെയാണ് സ്ത്രീയോട് പറയുന്നത് തിരിച്ച് അങ്ങോട്ടും നോക്കരുത് എന്നുള്ളത്. ഇവിടെ നിന്ന് തുടങ്ങുന്നതാണ് ആ സെഗ്രിഗേഷൻ. ആ സെഗ്രിഗേഷനോട് പോകുമ്പോഴാണ് സമൂഹത്തിൽ ധാർമ്മികമായ ഒരു ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുള്ള പരിഹാരം. പഠിക്കാതെ തള്ളിക്കളയാമെന്ന അഹങ്കാരം. മതം പഠിക്കാതെ തന്നെ വിമർശിക്കാമെന്ന അതിഥിയുടെ വാദം തികച്ചും യുക്തിരഹിതമാണ്. അതിനായി അവർ പറയുന്ന ചായയുടെയും പാലിന്റെയും ഉദാഹരണം ഒന്ന് പരിശോധിക്കാം. എന്തേലൊക്കെ പറയുന്നു. അപ്പൊ എനിക്ക് അതിന് പറയാനുള്ളത്, നമ്മളൊരു സാധനം മോശമാണെന്ന് അറിയണമെങ്കിൽ അത് മുഴുവനും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു ചായ ഉണ്ടാക്കണം. നമ്മൾ പാലെടുക്കുന്നു, കുറച്ച് പഴയ പാലാണ്, ഒരു 7-ാം നൂറ്റാണ്ടിലെ പാലാണെന്ന് വിചാരിക്കാം. 6-ാം നൂറ്റാണ്ടിലെ 6-ാം നൂറ്റാണ്ടിലെ പക്ഷെ നല്ല പഴയതാണ്. അപ്പൊ നമുക്കൊരു സംശയം, മണത്ത് നോക്കുമ്പോൾ ഒരു ചെറിയൊരു വശപ്പശക്, എന്നാലും നമ്മളത് തിളപ്പിച്ച് നോക്കുന്നു, അപ്പൊ തന്നെ പിരിയുന്ന സംഭവം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതെടുത്ത് മൊത്തമായിട്ട് കളയോ, അല്ലെങ്കിൽ അതിൽ ചായ. ഇവിടെ ഇവർ കാണിക്കുന്നത് വ്യക്തമായ വൈരുദ്ധ്യമാണ്. തങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു കാര്യത്തെ വിമർശിക്കാൻ പഠനം ആവശ്യമില്ല എന്ന് പറയുന്നവർ തന്നെ മറ്റു വിഷയങ്ങളിൽ വലിയ അക്കാദമിക് പണ്ഡിതന്മാരായി ചമയുന്നു. ആരിഫ് ഹുസൈൻ തന്നെ മുമ്പത്തെ പല വീഡിയോകളിലും ഇസ്ലാം മതവിശ്വാസികൾ മതം മര്യാദയ്ക്ക് പഠിക്കാത്തവരാണെന്ന് ആക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അതിഥി മതം പഠിക്കാതെ വിമർശിക്കുമ്പോൾ അയാളത് ശരിവെച്ച് ചിരിക്കുകയാണ്. ഇതാണോ നിങ്ങളുടെ നിഷ്പക്ഷത? പഠിക്കാതെ ഒരു കാര്യത്തെ തള്ളിക്കളയുന്നത് ബുദ്ധിയല്ല, മറിച്ച് മുൻവിധി മാത്രമാണ്. റമദാനിലെ ഹിപ്പോക്രസിയും യാഥാർത്ഥ്യവും. റമദാൻ മാസത്തിൽ വിശ്വാസികൾ കാണിക്കുന്ന ഭക്തി വെറും അഭിനയമാണെന്നും ഭക്ഷണത്തോടുള്ള അത്യാർത്തിയാണവിടെ നടക്കുന്നതെന്നും ഇവർ പരിഹസിക്കുന്നു. അതായത് രണ്ട് കാര്യം പറയാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിപ്പോക്രസി. ഈ റിലീജിയനിൽ മൊത്തം ഹിപ്പോക്രസിയാണ്. അപ്പം ഈ ഈ നോമ്പിന്റെ ഈ ഒരു ഇതിലും ഹിപ്പോക്രസിയാണ് എല്ലാ സ്ഥലത്തും. കാരണം ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? റമദാനിൽ മാത്രം ഹിജാബ് ഇടും, അങ്ങനത്തെ ടീംസ് ഉണ്ട്. ബാക്കി സമയത്ത് അവർക്ക് ഹിജാബ് വേണ്ട, ഈ 30 ദിവസം ഹിജാബ് ഇടും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, അപ്പൊ പടച്ചോൻ എന്താ അവിടെ മേലെ പോയിട്ട് ഞാനെന്താ പൊട്ടനാ? ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഇവർ ഇതേ വാദമുന്നയിക്കുന്നു. നോമ്പ് തുറക്കുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് ത്യാഗത്തിന് വിരുദ്ധമാണത്രേ. നോമ്പ് എന്നത് പകൽ സമയത്തെ ആത്മനിയന്ത്രണമാണ്. ദരിദ്രന്റെ വിശപ്പ് അനുഭവിച്ചറിയുക എന്നത് അതിൻ്റെ ഒരു തലം മാത്രമാണ്. പ്രധാന ലക്ഷ്യം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നതാണ്. നോമ്പ് തുറന്നതിനു ശേഷം ഭക്ഷണം കഴിക്കുന്നത് ഇസ്ലാം വിലക്കിയിട്ടില്ല. മിതത്വം പാലിക്കണമെന്നത് ഇസ്ലാമിലെ പൊതുതത്വമാണ്. എന്നാൽ ചിലർ അമിതമായി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതാ വ്യക്തിയുടെ ശീലമാണ്. അതിനെ മതത്തിൻ്റെ തത്വമായി അവതരിപ്പിക്കുന്നത് തരം താഴ്ന്ന വിമർശനമാണ്. ഇനി നിങ്ങൾ പറയുന്ന നിരീശ്വരവാദ ലോകത്തേക്ക് വരാം. അവിടെ ത്യാഗമെന്ന സങ്കല്പമുണ്ടോ? മനുഷ്യൻ വെറും ജൈവിക യന്ത്രമാണെന്നും സുഖങ്ങൾ ആസ്വദിക്കുക എന്നതാണ് ജീവിത ലക്ഷ്യമെന്നും വിശ്വസിക്കുന്നവർക്ക് നോമ്പിൻ്റെ ആത്മീയത എങ്ങനെ മനസ്സിലാകാനാണ്? മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ത്യജിക്കാത്ത, സ്വന്തം താൽപ്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരു ജീവിതമാണോ നിങ്ങൾ ഇതിനു പകരമായി നൽകുന്നത്? അടിമത്തവും ഇസ്ലാമിലെ നിയമങ്ങളും. വീഡിയോയുടെ അവസാന ഭാഗത്ത് ആരിഫ് ഹുസൈൻ തന്റെ സ്ഥിരം നുണകളുമായി വരുന്നു. അടിമ സ്ത്രീകളെ പീഡിപ്പിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നു എന്നതാണ് അയാളുടെ കണ്ടെത്തൽ. പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവോ? അങ്ങനെയല്ലല്ലോ. ഇനി ഒരു കാര്യമുണ്ട്, ഈ നിയമപ്രകാരം ഇത് സ്വതന്ത്ര സ്ത്രീയുടെ അടുത്ത് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അടിമ സ്ത്രീയെ നിങ്ങൾക്ക് വ്യഭിചരിക്കാം. നോട്ട് ദ പോയിന്റ്. അതിന് തൗബ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങോ അല്ലെങ്കിൽ വേറെ ആള് കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടോ പങ്കിട്ടോ നിങ്ങൾക്ക് ഷെയർ ഇട്ടിട്ടോ വേണമെങ്കിൽ പോലും വ്യഭിചരിക്കാം. അതെ. അടിമ സ്ത്രീകളുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ആരിഫ് ബോധപൂർവം പല കാര്യങ്ങളും മറച്ചുവെക്കുന്നു. യുദ്ധത്തടവുകാരായി വരുന്ന സ്ത്രീകളെ അനാഥരായി തെരുവിലേക്കെറിയുന്നതിനു പകരം അവർക്കൊരു കുടുംബനാഥന്റെ സംരക്ഷണവും നിയമപരമായ അവകാശങ്ങളും നൽകുന്ന ഒരു സംവിധാനമായിരുന്നു അന്നുണ്ടായിരുന്നത്. അവരുമായി ബന്ധപ്പെടണമെങ്കിൽ ചില കർശനമായ നിബന്ധനകളുണ്ടായിരുന്നു. അവർക്ക് ഗർഭമുണ്ടെങ്കിൽ അത് ജനിക്കുന്നത് സംരക്ഷകന്റെ അവകാശിയായിട്ടായിരിക്കും. അതിലൂടെ
ആ സ്ത്രീക്ക് മോചനം ലഭിക്കുകയും ചെയ്യും. ഇതിനെ പങ്കിട്ട് വ്യഭിചരിക്കാം എന്ന് പറയുന്നത് ഇസ്ലാമിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയോ ആണ്. കാശു കൊടുത്തു വാങ്ങി വ്യഭിചരിക്കാം എന്നത് ആരിഫിൻ്റെ സ്വന്തം കിതാബിലുള്ള കാര്യമായിരിക്കും, അല്ലാതെ വിശുദ്ധ ഖുറാനിലോ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങളിലോ ഇങ്ങനെയൊന്നില്ല. വ്യഭിചാരം ഇസ്ലാമിൽ കൊടും പാപമാണ്. അതിൽ അടിമയെന്നോ ഉടമയെന്നോ വ്യത്യാസമില്ല. ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം ആർക്കും വ്യക്തമാകും. സ്വന്തം അജണ്ട നടപ്പിലാക്കാൻ ഇസ്ലാമിക നിയമങ്ങളെ വളച്ചൊടിക്കുന്ന ആരിഫിൻ്റെ ഈ ശൈലി തുറന്നുകാട്ടപ്പെടേണ്ടതുണ്ട്. ധാർമ്മികതയുടെ അടിസ്ഥാനവും അക്കൗണ്ടബിലിറ്റിയും. മതമില്ലെങ്കിൽ മനുഷ്യൻ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനാകുമെന്നും പടച്ചവനില്ലെങ്കിൽ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തങ്ങൾ തന്നെ ഉത്തരവാദികളായിരിക്കുമെന്നും അതിഥി അവകാശപ്പെടുന്നു. ഇവിടെ ഒരു വലിയ താർക്കിക പ്രശ്നമുണ്ട്. ദൈവമില്ലാത്ത ഒരു ലോകത്ത് ധാർമ്മികതയുടെ മാനദണ്ഡമെന്താണ്? ഇന്ന് നിങ്ങൾ ശരിയെന്ന് കരുതുന്നത് നാളെ തെറ്റാകാം. ഓരോരുത്തർക്കും ഓരോ ധാർമ്മികത എന്ന നില വന്നാൽ സമൂഹം അരാജകത്വത്തിലേക്ക് നീങ്ങും. നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി എന്ന് പറയുമ്പോൾ പിടിക്കപ്പെടാത്ത ഒരു കുറ്റം ചെയ്യുന്നതിൽ നിന്ന് ഒരു നിരീശ്വരവാദിയെ തടയാൻ എന്ത് ശക്തിയാണുള്ളത്? ആരും കാണാതെ ഒരു കൊലപാതകമോ മോഷണമോ ചെയ്താൽ, ഈ ലോകത്തെ നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നീട് അയാൾക്ക് എന്ത് അക്കൗണ്ടബിലിറ്റിയാണുള്ളത്? അവിടെയാണ് ഇസ്ലാം നൽകുന്ന പരലോക വിശ്വാസം പ്രസക്തമാകുന്നത്. അല്ലാഹു എല്ലാം കാണുന്നുണ്ടെന്നും ഒരു ദിവസം നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുമുള്ള ചിന്തയാണ് ഒരു വിശ്വാസിയെ രഹസ്യത്തിലും പരസ്യത്തിലും നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നിരീശ്വരവാദത്തിൽ ശരിയും തെറ്റും കേവലം ഭൂരിപക്ഷ അഭിപ്രായമോ വ്യക്തിപരമായ താൽപ്പര്യമോ മാത്രമാണ്. അവിടെ നീതി എന്നത് വെറും വാക്കുമാത്രമായി മാറുന്നു. എന്നാൽ ഇസ്ലാം ധാർമ്മികതയ്ക്കൊരു ഉറച്ച അടിത്തറ നൽകുന്നു. അത് മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ളതല്ല, മറിച്ച് സ്രഷ്ടാവായ അല്ലാഹു നിശ്ചയിച്ചതാണ്. ആരിഫ് ഹുസൈൻ്റെയും അതിഥിയുടെയും വാക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവർക്ക് ഇസ്ലാമിനോടുള്ളത് വിദ്വേഷവും മുൻവിധിയും മാത്രമാണ് എന്നാണ്. സ്വന്തം ജീവിതത്തിലെ പരാജയങ്ങൾക്കും കപടതയ്ക്കും ഇസ്ലാമിനെ പഴിചാരി സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുകയാണിവർ. മതം പഠിക്കാതെ അതിനെ തള്ളിക്കളയാമെന്ന് പറയുന്നത് അറിവില്ലായ്മയുടെ പരകൂടിയാണ്. ആരിഫ് ഹുസൈൻ തൻ്റെ ചാനലിലൂടെ പ്രചരിപ്പിക്കുന്ന പച്ചക്കള്ളങ്ങൾ വിവേകമുള്ള ആരും വിശ്വസിക്കില്ല എന്ന് ഉറപ്പാണ്. സത്യം തേടുന്നവർക്ക് ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ വെളിച്ചം നൽകിക്കൊണ്ടേയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ആരിഫ് ഹുസൈൻ ദീപങ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നോണയൊക്കെ നമ്മളിനി ചറ പറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല.